എവരിവൺ, ഫിസിക്സ് ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മോഷൻ ഇൻ എ പ്ലെയിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ വേഗം തന്നെ കണ്ടന്റിലേക്ക് പോകാം. ഓക്കെ, അപ്പം ഇന്ന് എടുക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം ഇന്ന് ഫസ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ്. ഓക്കെ, പിന്നെ സെക്കൻഡ് വൺ ആണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ്. ഓക്കെ, അപ്പൊ പെട്ടെന്ന് തന്നെ അതിലേക്ക് പോകാം. അഡീഷൻ ആൻഡ് സബ്സ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം അഡീഷൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ ആഡ് ചെയ്തുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ട്രാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, അത് തന്നെ അതിലേക്ക് പോകാം. അപ്പൊ സപ്പോസ് എ എന്നുള്ളൊരു വെക്ടർ എടുക്കുകയാണെ, എ എന്നുള്ളൊരു വെക്ടർ എടുക്കുക, ബി എന്നുള്ളൊരു വെക്ടർ എടുക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും, പുതിയൊരു വെക്ടർ ആയിരിക്കും. അതിന്റെ വെക്ടർ എന്ന് പറഞ്ഞാൽ വെക്ടർ സി ആയിരിക്കും. ഓക്കെ, അപ്പൊ സപ്പോസ് നമ്മളൊരു എക്സാമ്പിൾ എടുക്കാം. ഒരു വെക്ടർ ഉണ്ട്. ഓക്കെ, ഒരു വെക്ടർ ഉണ്ട്. ഓക്കെ, വെക്ടർ പി. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ 5 ആണ് ആയിരിക്കും. എന്താണ് ഒരു മാഗ്നിറ്റ്യൂഡ് 5. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു വെക്ടർ ഉണ്ട്, വെക്ടർ ക്യൂ. ഓക്കെ, അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ ഒരു 3 എടുക്കാന്ന് വെച്ചോ, 3. ഓക്കെ, അപ്പൊ നമ്മൾ അഡീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആഡ് ചെയ്യും അല്ലെ. ഓക്കെ, അപ്പൊ അവർ തമ്മിൽ എന്ത് ചെയ്യും, നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ നമുക്കൊരു പുതിയ വെക്ടർ കിട്ടണമല്ലോ. ഓക്കെ, ആ പുതിയ വെക്ടർ എന്ന് പറയുന്നതാണ് ശരിക്കും ഇവിടെയുള്ള റിസൾട്ടന്റ് വെക്ടർ. എന്താണ് റിസൾട്ടന്റ് വെക്ടർ, അല്ലെങ്കിൽ ഒരു സി വെക്ടർ അല്ലെങ്കിൽ റിസൾട്ടന്റ് വെക്ടർ. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യാം, അഡീഷൻ ചെയ്യുമ്പോൾ രണ്ട് വെക്ടേഴ്സ് എന്ത് ചെയ്യാം, ഒരേ ഡയറക്ഷനിലാണ് ആഡ് ചെയ്യണമെന്ന് വെച്ചോ. ഓക്കെ, അതായത് ഒരേ ഡയറക്ഷനിൽ, അതായത് ഫസ്റ്റ് കണ്ടീഷൻ ആണ് പറയാൻ പോണത്. ഇഫ് ടു വെക്ടേഴ്സ് ആക്ടിങ് എവിടെ ഇൻ സെയിം ഡയറക്ഷൻ കേട്ടോ, സെയിം ഡയറക്ഷൻ. ഓക്കെ, രണ്ട് വെക്ടേഴ്സും ഒരേ ഡയറക്ഷനിലാണ് ആക്ട് വെച്ചോ. വെക്ടർ പി എന്ന് പറയുന്നത് 5 ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ്, വെക്ടർ ക്യൂ എന്ന് പറയുന്ന മാഗ്നിറ്റ്യൂഡ് 3 മീറ്റർ ആണ്. അവ രണ്ടും എന്ത് ചെയ്യാം, സെയിം ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ അഡീഷൻ എങ്ങനെ വെച്ചാൽ രണ്ട് വെക്ടേഴ്സ് തമ്മിൽ കൂട്ടിയാൽ മതി, ജസ്റ്റ് കൂട്ടിയാൽ മതി. അപ്പൊ 5+3 എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് കിട്ടുന്നത്, 8 അല്ലേ. ഓക്കെ, ഇതാണ് ഇതിന്റെ റിസൾട്ടന്റ് വെക്ടർ. ക്ലിയർ അല്ലേ. അപ്പൊ രണ്ട് വെക്ടേഴ്സ് എന്ത് ചെയ്യാം, ആക്ട് ചെയ്യണ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ അവ തമ്മിൽ നമ്മൾ നേരിട്ട് കൂട്ടിയാൽ മതി. ഓക്കെ, അപ്പൊ നമ്മൾ വേറൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഓക്കെ, ഇപ്പൊ വെക്ടർ ഓക്കെ, ഒരു വെക്ടർ വരയ്ക്കാം. വെക്ടർ ആർ എന്ന് വെച്ചോ, വെക്ടർ ആർ. ഓക്കെ, ഇത് 3 ആണ്. ഓക്കെ, 3. വേറൊരു വെക്ടർ ആണ് വെക്ടർ എസ്. വെക്ടർ എസ് അത് എത്രയാണ്, 8 മീറ്റർ ആണ് വെച്ചോ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവ തമ്മിൽ എന്ത് ചെയ്യാം, ആഡ് ചെയ്യും അല്ലെ. അവ തമ്മിൽ ആഡ് ചെയ്യും. ഓക്കെ, ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, പുതിയൊരു വെക്ടർ കിട്ടൂലേ. ആ വെക്ടറിന് പറയുന്ന പേരാണ് എന്ത് ചെയ്യാ, റിസൾട്ടന്റ് വെക്ടർ അല്ലെ. ഓക്കെ, ആ റിസൾട്ടന്റ് വെക്ടർ എത്ര ആയിരിക്കും, 5+3+8 എന്ന് പറയുമ്പോൾ എത്രയായി, 8+2 എന്ന് പറഞ്ഞാൽ 10+1 11 അല്ലെ. 11 മീറ്റർ ആയിരിക്കും എന്ത് ചെയ്യുക ഇതിന്റെ റിസൾട്ട് പറയുമ്പോൾ, അല്ലെങ്കിൽ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുമ്പോൾ. അപ്പൊ എളുപ്പമല്ല. അപ്പൊ രണ്ട് വെക്ടേഴ്സ് എന്ത് ചെയ്യാം, കൂട്ടി കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു വെക്ടർ കിട്ടും. ആ വെക്ടർ എന്താ, റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയാം. ഓക്കെ, ഇത് എപ്പോഴാണ് ഇതിന്റെ കണ്ടീഷനോട് പറഞ്ഞിട്ടില്ലേ, ഇഫ് ടു വെക്ടേഴ്സ് ആക്ടിങ് സെയിം ഡയറക്ഷൻ, രണ്ട് വെക്ടേഴ്സ് എന്ത് ചെയ്യാം ഒരേ ഡയറക്ഷനിലേക്കാണ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കാര്യമാണ് പറഞ്ഞാൽ അങ്ങനെയാണ് അഡീഷൻ ഉള്ളത്. ഓക്കെ, അങ്ങനെയാണ് രണ്ടാമത്തെ കണ്ടീഷൻ എന്തായിരിക്കും, ഇത് ഫസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, രണ്ടാമത്തെ കണ്ടീഷനിലേക്ക് പോകാം. അപ്പൊ കണ്ടീഷൻ 2. ഓക്കെ, ഇഫ് ടു വെക്ടേഴ്സ് ആക്ടിങ് ഓക്കെ, അപ്പൊ ഇഫ് ടു വെക്ടേഴ്സ് ഉണ്ടാവും അതില്. ഓക്കെ, അപ്പൊ നിങ്ങൾ അങ്ങനെ എഴുതാം, ഇഫ് ടു വെക്ടേഴ്സ് ആർ ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻസ്. ഓക്കെ, രണ്ട് വെക്ടേഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആക്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് നമുക്ക് എഴുതാമെന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഒരു വെക്ടർ എ എന്നൊരു വെക്ടർ ഉണ്ട്,
എടുക്കാം. വെക്ടർ എ എന്നുള്ള വെക്ടർ ഉണ്ട്. ഓക്കെ, വെക്ടർ ബി എന്നുള്ള വെക്ടർ ഉണ്ട്. അപ്പോൾ ഓപ്പോസിറ്റ് വെക്ടർ റെപ്രസെന്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഒരു നെഗറ്റീവ് വെക്ടർ എന്നാണ് ഞാൻ പറയാം അല്ലെ. ഒരു വെക്ടർ അങ്ങോട്ടാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് വെക്ടർ എന്ന് പറയുമ്പോൾ അതിന് നെഗറ്റീവ് വെക്ടർ ആയിരിക്കും, മൈനസ് ബി വെക്ടർ. ആണല്ലോ. ഓക്കെ, അപ്പം രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ റിസൾട്ടന്റ് വെക്ടർ എങ്ങനെയായിരിക്കും? റിസൾട്ടന്റ് വെക്ടർ ഉണ്ടാവും അല്ലെ. ഒരു എ പ്ലസ് ബി എന്നുള്ള വെക്ടർ ആഡ് ചെയ്യുമ്പോൾ റിസൾട്ടന്റ് വെക്ടർ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ എ പ്ലസ്, അതായത് രണ്ട് വെക്ടർ ആഡ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ, ഒരു വെക്ടർ ഇങ്ങോട്ടേ ആണെങ്കിൽ അടുത്ത വെക്ടർ അങ്ങോട്ടാണ്. അതായത് ഒരു ഇങ്ങോട്ട് വരുന്ന വെക്ടറിനെ നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങോട്ട് പോകണം എന്ത് ചെയ്യാം, നെഗറ്റീവ് ആയിട്ടാണ് കാണുന്നത്. അതാണ് രണ്ട് വെക്ടേഴ്സ് ആഡ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഒരു വർഷം പോസിറ്റീവ് എടുക്കുകയാണെങ്കിൽ അടുത്ത വർഷം എന്ത് ചെയ്യാം, നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അതിന്റെ റിസൾട്ടന്റ് കാണാൻ പറ്റും. അപ്പൊ ഇത്ര ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ ടു വെക്ടേഴ്സ് ആഡ് ചെയ്യുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ അതിന് എക്സാമ്പിൾ പറയാം. അപ്പൊ വെക്ടർ എ ഒരു വെക്ടറാണ്. ആ വെക്ടർ ഇത് രണ്ടാമത്തെ വെക്ടർ. ഓക്കെ, ഇത് വെക്ടർ എ ആണ്, ഇത് വെക്ടർ ബി ആണ്. ഓക്കെ, ഒരു മിനിറ്റ്, വെക്ടർ ബി ആണ്. ഇവ തമ്മിൽ എന്ത് ചെയ്യാം, ആറ്റ് ചെയ്യാണ് അല്ലെ. ഓക്കെ, ഇതിനർത്ഥം എന്താ, എ പ്ലസ് മൈനസ് ബി എന്നാണ് അല്ലെ. ഒരു വെക്ടർ അങ്ങോട്ടാണെങ്കിൽ ഒരു വെക്ടർ എങ്ങോട്ടാന്ന് പറഞ്ഞ ഡയറക്ഷൻ ഓപ്പോസിറ്റ് എന്നല്ല പറഞ്ഞേ. അപ്പൊ ഇത് എങ്ങോട്ടായിരിക്കും ഡയറക്ഷൻ, ഓപ്പോസിറ്റ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് 8 മീറ്റർ ആണെങ്കിൽ ഇത് എത്രയാണ്, 3 മീറ്റർ ആണ് വെച്ചോ. അങ്ങനെ അതിന്റെ റിസൾട്ടന്റ് കാണുമ്പോൾ, റിസൾട്ടന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയും കാണാം, റിസൾട്ടന്റ് വെക്ടർ അത് തന്നെ 6 അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, എ പ്ലസ് മൈനസ് ബി. ഇവിടെ എ എത്രയാണ് വരുന്നത്, 8 ആണ്. ബി എന്ന് പറയുമ്പോൾ എത്ര, -3 എത്ര എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ 8 - 3, 8 - 3 എന്ന് പറഞ്ഞാൽ 5 ആയിരിക്കും. ഓക്കെ, അപ്പൊ റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുമ്പോൾ 5 ആയിരിക്കും. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ഒരു വെക്ടേഴ്സ് ആഡ് ചെയ്യുന്നത് മനസ്സിലാക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ഒരു കണ്ടീഷൻ പറഞ്ഞിട്ട് രണ്ട് വെക്ടേഴ്സും ആഡ് ചെയ്യണത് എങ്ങനെയാ, സെയിം ഡയറക്ഷനിലാണെങ്കിൽ എങ്ങനെ, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എങ്ങനെ എന്ന കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ കേസിൽ നമ്മൾ പറഞ്ഞു ഇഫ് ടു വെക്ടേഴ്സ് ആക്ടിങ് ഇൻ ദ സെയിം ഡയറക്ഷനിലാണെങ്കിൽ എങ്ങനെ പറഞ്ഞ കേസ് പറഞ്ഞു. ഇനി അടുത്ത എന്ത് ചെയ്യാം, ഇഫ് ടു വെക്ടേഴ്സ് ആർ ആക്ടിങ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഈ വെക്ടേഴ്സ് എന്ത് ചെയ്യുക, ആക്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുക. ക്ലിയർ ആണല്ലോ. ഇനി എങ്ങനെയാണ് സബ്സ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ്, എങ്ങനെ നമുക്ക് വെക്ടേഴ്സിനെ സബ്സ്ട്രാക്ഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ കേസ് നോക്കാം. സപ്പോസ് സബ്സ്ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു വെക്ടർ ആണ്, നമ്മൾ എ എന്നുള്ളൊരു വെക്ടർ എടുക്കാം. എ പിന്നെ മൈനസ് അടുത്ത വെക്ടർ അല്ലേ. അപ്പൊ എന്താ നമുക്ക് കിട്ടുക, റിസൾട്ടന്റ് വെക്ടർ എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ. അത് എ വെക്ടർ മൈനസ് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വെക്ടർ ആണ് റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയും. ഓക്കെ, അപ്പൊ വെക്ടർ എ നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും, എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഒരു വെക്ടർ ആണ്, വെക്ടർ എ എന്ന് പറഞ്ഞാൽ 10 ആണ്. വെക്ടർ ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, 5 ആണ് വെച്ചോ. 5 ആണ്. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മൈനസ് ചെയ്താൽ മതി അല്ലെ. 10 - 5 എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുന്നത് 5 മീറ്റർ ആയിരിക്കും എന്ത് ചെയ്യുക, ഇവിടെ കിട്ടുന്ന റിസൾട്ടന്റ് വെക്ടർ എന്ന് പറയും. ക്ലിയർ ആണല്ലോ. ഇങ്ങനെയാണ് സബ്സ്ട്രാക്ഷൻ ഓഫ് വെക്ടേഴ്സ് ചെയ്യാം. ഓക്കെ, ഇത് വളരെ എളുപ്പമല്ലേ. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ് അല്ലെ. എങ്ങനെ ഒരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യാന്നുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കുക, എ ക്രോസ് ബി എന്നുള്ളൊരു വെക്ടർ ഉണ്ട് വെച്ചോ. നമുക്ക് അതിന്റെ റിസൾട്ടന്റ് പറഞ്ഞാൽ സി എന്നുള്ളൊരു വെക്ടറാണ് കിട്ടുക. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് വെക്ടർ എ എന്ന് പറഞ്ഞാൽ 3i + 1j + 2k. ഓക്കെ, വെക്ടർ ബി എന്ന് പറയുന്നത് 4j + 4i + 2j + 1k എടുത്തു വെച്ചോ. അപ്പൊ രണ്ട് വെക്ടർ ഉണ്ട്. ഓക്കെ, അപ്പൊ രണ്ട് വെക്ടർ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന നോക്കണ്ടേ. നേരിട്ട് നമ്മൾ നേരത്തെ ചെയ്ത മാതിരി ഇതിനെന്ത് ചെയ്യാം, നേരിട്ട് എ ക്രോസ് ബി ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മളൊരു മെത്തേഡ് യൂസ് ചെയ്യുന്നുണ്ട്, മെത്തേഡ് ഓഫ് ഡിറ്റർമിനന്റ് എന്ന് പറയാം. ഓക്കെ, അതെങ്ങനെ ചെയ്യാൻ നോക്കാം. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിൻ എന്നുള്ള ഇത് നിങ്ങൾ പഠിക്കുന്ന കാര്യമാണ് മാത്സിൽ. ഓക്കെ, അപ്പം എ ക്രോസ് ബി എന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡിറ്റർമിനന്റ് ആണ് കാണട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഐ
ജെ കെ ആദ്യം ചെയ്ത മുകളിൽ ഐ ജെ ഡിറ്റർമിനന്റ് മാറ്റി ചെയ്ത അതിൽ മോഡുലസ് മാറ്റി ചെയ്ത നമ്മൾ എന്ത് ചെയ്യാം ഐ ജെ കെ ചെയ്ത എന്നിട്ട് അതിന് നമ്മൾ എന്ത് ചെയ്യാം വെക്ടർ എന്റെ കമ്പോണന്റ് ആഡ് ചെയ്ത അത് മാഗ്നിറ്റ്യൂഡ് മാത്രം കേട്ടോ. വെക്ടർ എന്റെ മാഗ്നിറ്റ്യൂഡ് പറയുമ്പോൾ 3 1 2 ബിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം 4 2 1. ഓക്കെ, ഇനി ചെയ്യേണ്ട കാര്യം ഐ എന്നുള്ള വെക്ടർ ആണ് നമ്മൾ ആദ്യം കാണുന്നതെങ്കിൽ ഐ എടുക്കുക. അപ്പൊ എന്ത് ചെയ്യാം അതിലുള്ള താഴോട്ടുള്ള കോളം പിന്നെ റോയും എന്ത് ചെയ്യാം നമ്മൾ ഒഴിവാക്കുക. എന്നിട്ട് ബാക്കി രണ്ട് തമ്മിൽ ഗുണിക്കുക, ഓപ്പോസിറ്റ് ഗുണിച്ചിട്ട് മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ എടുക്കുക ഐ എന്നുള്ള വെക്ടർ ഐ ഇൻറ്റു ഈ ഐന്റെ നേരെ താഴോട്ടും നേരെ റൈറ്റോട്ടും എന്ത് ചെയ്യാം നമ്മൾ ഒഴിവാക്കാം. ബാക്കിയുള്ള തമ്മിൽ ക്രോസ് ചെയ്യാം. 1 ഇൻറ്റു 1 ചെയ്യാം. ആദ്യം 1 ഇൻറ്റു 1 1 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു 2 2 ഇൻറ്റു 2. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആണ് കൊടുക്കേണ്ടത്. എന്താണ് നെഗറ്റീവ് ജെ ഇൻറ്റു അടുത്തെന്താ ജെന് നേരെ താഴോട്ടുള്ളതും ജെന് നേരെ മുകളിലുള്ള റോയും എന്ത് ചെയ്യാം കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അടുത്തത് ചെയ്ത് നോക്കാം. അടുത്തതെന്ന് പറയുമ്പോൾ ഇത് ഈ നേരെ അപ്പം ഇനി അടുത്ത് 3 ഇൻറ്റു 1 3 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു 4 2 ഇൻറ്റു 4. ഓക്കെ, അതിൻ്റെ കൂടെ പ്ലസ് കെ ഇൻറ്റു കെ എടുക്കാം. കെനെ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാം കെ എടുക്കുമ്പോൾ എങ്ങനെ ചെയ്യാം ഇതേമാതിരി തന്നെ കെ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പൊ കെനെ നേരെ താഴോട്ടുള്ളതും മേലോട്ടുള്ളതും ഒഴിവാക്കുക. ബാക്കിയുള്ള കാര്യം 3 ഇൻറ്റു 2 3 ഇൻറ്റു 2 മൈനസ് 1 ഇൻറ്റു 4 1 ഇൻറ്റു 4. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ എഴുതാൻ പറ്റും? 1 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. ഐ ഇൻറ്റു 1 ഇൻറ്റു 1 മൈനസ് 4 മൈനസ് ജെ ഇൻറ്റു 3 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 3 മൈനസ് 2 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 8 പ്ലസ് കെ ഇൻറ്റു 3 ഇൻറ്റു 2 പറഞ്ഞാൽ 6 മൈനസ് 4 1 ഇൻറ്റു 4 4. അപ്പൊ ഇത് ചെയ്ത് അങ്ങനെ ആൻസർ കിട്ടുക 1 മൈനസ് 4 ആണെങ്കിൽ മൈനസ് 3 അല്ലേ. മൈനസ് 3 ഐ പ്ലസ് സോറി മൈനസ് അല്ല മൈനസ് ജെ അല്ലേ 3 മൈനസ് 8 എന്ന് പറഞ്ഞാൽ എത്ര? 3 മൈനസ് 8 പറഞ്ഞാൽ മൈനസ് 5 അല്ലേ. ഓക്കെ, ആ മൈനസ് 5ഉം ഈ മൈനസ് ജെന്റെ മൈനസ് കൂടി കൂടിയിട്ടിട്ട് പ്ലസ് 5j. ഓക്കെ, പ്ലസ് 6 മൈനസ് 4 പറഞ്ഞാൽ 2 അപ്പൊ 2k. ഓക്കെ, അപ്പൊ എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടിയത് മൈനസ് 3i പ്ലസ് 5j പ്ലസ് 2k. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് വെക്ടേഴ്സ് നമ്മൾ ചെയ്യുക. നമ്മൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഓക്കെ, അപ്പോ ഒരു വെക്ടറാണ് വെക്ടർ എ എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, വെക്ടർ എ എന്ന് പറയുന്നത് 1i പ്ലസ് 2j പ്ലസ് 3k. വെക്ടർ ബി എന്ന് പറഞ്ഞാൽ സോറി ബി വെക്ടർ എന്ന് പറയുമ്പോൾ 2i പ്ലസ് 1j പ്ലസ് 3k. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവും. ഇനി ഇതിന്റെ എ ക്രോസ് ബി കാണാൻ പറഞ്ഞത് ഫൈൻഡ് എ ക്രോസ് ബി അല്ലേ. എ ക്രോസ് ബി ഇങ്ങനെ കാണാൻ നോക്കണ്ടി. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ എന്താ ചെയ്യാം, എ ക്രോസ് ബി ഈക്വൽ ടു ഐ ജെ കെ മുകളിൽ എഴുതി. പിന്നെന്താ 1 2 3 2 1 3. ഓക്കെ, ഐ ജെ കെ എഴുതി 1 2 3 പിന്നെ 2 1 3 എഴുതി. ഇനി നമ്മൾ ഇതിനെ ക്രോസ് ചെയ്യാം. ഐ എടുക്കുമ്പോൾ അതിന് താഴെയും എന്ത് ചെയ്യാം റൈറ്റ് ഭാഗത്തേക്കും വേണ്ട, ബാക്കിയുള്ള എഴുതാൻ മതി. ഓക്കെ, ഇനി എന്ത് ചെയ്യാം നമ്മൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെടുക്കുക അപ്പൊ ഒഴിവാക്കി 2 ഇൻറ്റു 3 അല്ലേ. ഓക്കെ, അപ്പം ഫസ്റ്റ് എങ്ങനെ എഴുതാ ഐനെ എടുത്തിട്ട് ഐന്റെ വാല്യൂ എഴുതുമ്പോൾ 2 ഇൻറ്റു
3 മൈനസ് 3 ഇൻറ്റു 1 അല്ലെ 3 ഇൻറ്റു 1 മൈനസ് ജെ ഇൻറ്റു ജെന്റെ എഴുതുമ്പോ എങ്ങനെ എഴുതുക ജെന്റെ എഴുതുമ്പോ ജെന് താഴോട്ടും പിന്നെ മുകളിലോട്ടും ഒഴിവാക്കാം അപ്പൊ എന്താ 1 ഇൻറ്റു 3 1 ഇൻറ്റു 3 പിന്നെന്താ 3 ഇൻറ്റു മൈനസ് 3 ഇൻറ്റു 2 പ്ലസ് കെ ഇൻറ്റു കെനെ ഒഴിവാക്കി നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും കെന്റെ എഴുതുമ്പോ നമുക്ക് എഴുതാൻ പറ്റുക 1 ഇൻറ്റു 1 ഈ 1 ഇൻറ്റു 1 മൈനസ് 2 ഇൻറ്റു 2 ഓക്കെ അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റുന്ന I ഇൻറ്റു 6 മൈനസ് 3 I ഇൻറ്റു 6 മൈനസ് 3 മൈനസ് ജെ ഇൻറ്റു 3 മൈനസ് 4 പ്ലസ് കെ ഇൻറ്റു കെ വെക്ടർ ഇൻറ്റു 1 മൈനസ് 4 ഓക്കെ അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ എഴുതാം 6 മൈനസ് 3 എന്ന് പറഞ്ഞാൽ 3i മൈനസ് 3 മൈനസ് 4 എന്ന് എത്രയാണ് 3 മൈനസ് 4 എന്ന് പറയുമ്പോൾ 1 അല്ലേ മൈനസ് 1 മൈനസും ഇവിടെയുള്ള മൈനസ് ജെനെ മൈനസ് കൂടി ചേർന്നിട്ട് പ്ലസ് 1j മൈനസ് 3k ഓക്കെ അപ്പോൾ ഇങ്ങനെ കിട്ടി അപ്പൊ 3i പ്ലസ് 1j മൈനസ് 3k ഓക്കെ അപ്പൊ ഇതൊരു ഫോർമാറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഓക്കെ അപ്പൊ അഡീഷൻ മൾട്ടിപ്ലിക്കേഷന് അതുപോലെ തന്നെ സബ്സ്ട്രാക്ഷൻ ഇങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഈ 3 കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അപ്പം ഇത് റയർ ആയിട്ട് ചോദിക്കാറുണ്ട് ചില സമയങ്ങളിൽ 2 മൾട്ടിപ്ലിക്കേഷൻ ആണ് കൂടുതലായിട്ട് ചോദിക്കാറുള്ളത് ഓക്കെ അപ്പം ഈ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ക്ലാസ് കാണാം അതുവരെ ഗുഡ് ബൈ